മനോജെ, എന്തുപറ്റി? നീ വണ്ടിന്ന് വീണോ? ഇല്ലേച്ചി, ഒന്നുമില്ല. എന്താ അളിയ, വീട്ടിലേക്ക് വന്നെന്നാണല്ലോ അച്ഛമ്മ പറഞ്ഞത്. എന്നിട്ട് എങ്ങോട്ടാ പോയത്? ഞാൻ അങ്ങോട്ട് തന്നെയാ വന്നത്. പക്ഷേ ഗേറ്റ് വെച്ച് ഏതോ ആനന്ദവല്ലി ഏർപ്പെടുത്തിയ ഗുണ്ടകള് എന്നെ തടഞ്ഞു. മേലിൽ കുറുപ്പിന്റെ വീട്ടിൽ കയറി പോരുതെന്ന് അവരെന്നെ ഭീഷണിപ്പെടുത്തി, ഉപദ്രവിച്ചു. എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നത്? ഗുണ്ടകളെ ഏർപ്പെടുത്തി ആനന്ദവല്ലി എന്തിനാ നിന്നെ ഉപദ്രവിക്കുന്നത്? സ്വന്തം ഭാര്യയുടെ വീട്ടിൽ കയറരുതെന്ന് വിലക്കിയത് എന്തിനാ? മനോജുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച് ഹരിതയെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കാനാ എന്റെ അപ്പച്ചിയുടെ പ്ലാൻ. ഹരിതയെ പെണ്ണ് കാണിക്കുന്നതിനായി ഒരു പയ്യനെയും കുടുംബത്തെയും അപ്പച്ചി ക്ഷണിച്ചു വരുത്തിയിരുന്നു. കല്യാണ തീയതി വരെ തീരുമാനിച്ചതാ. ഞാനും ജഗനെ ഇടപെട്ട അവരെ അവിടുന്ന് പറഞ്ഞു വിട്ടത്. എന്റെ ഗുരുവായൂരപ്പ, ഇത് നല്ല ഏർപ്പാട് തന്നെ. ഒരാളിന്റെ ഭാര്യയായി കഴിയുന്ന പെണ്ണിനെ സ്വന്തം അപ്പച്ചു തന്നെ വേറൊരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുക. എന്റെ പൊന്നെ, ഇതൊക്കെ കേൾക്കുമ്പോ എനിക്ക് പേടിയാവുന്നല്ലോ. അപ്പൊ ഹരിതയായിട്ടുള്ള മനോജിന്റെ വിവാഹബന്ധം ഇനി മുന്നോട്ട് പോവില്ലേ? ഈ ജഗൻ ജീവിച്ചിരിക്കുമ്പോ ആരുടെ ഒരു ഉദ്ദേശവും നടക്കില്ല. സ്വന്തം അപ്പച്ചയായതുകൊണ്ട് ചില പരിമിതികളെ കൊണ്ട് മുത്തശ്ശി. അധികം വൈകാതെ ഈ അപ്പച്ചിയെ ഞാൻ കിട്ടിയിട്ടിരിക്കും. വന്ദനമ്മേ, അച്ഛനെയും അച്ഛമ്മേനെയും കാണാനില്ല. കാണാനില്ലെന്നോ? മുറിയിലൊന്നും കണ്ടില്ല. പിന്നെന്തി നമ്മള് പുറത്തിറങ്ങി എല്ലായിടും അന്വേഷിച്ചു, എങ്ങും കാണാനില്ല വന്ദനമ്മേ. അച്ഛനും അമ്മയും ഇന്നലെ വിളിപ്പുറം ക്ഷേത്രത്തില് സപ്താഹയജ്ഞത്തിന് പങ്കെടുക്കാൻ പോകുമെന്ന് പറഞ്ഞിരുന്നു. വരാൻ വൈകുമെന്ന് പറഞ്ഞാ പോയത്. രാത്രി മടങ്ങി വന്നോന്നറിയാൻ വയ്യ. നോക്കാം, വാ. കത്തിലെന്താ ചേച്ചി? എല്ലാവരും അറിയാൻ. കുറച്ചു നാളുകളായി മനസ്സിൽ യാതൊരുവിധ സമാധാനവുമില്ല. കിടന്നാൽ ഉറക്കം വരാത്ത അവസ്ഥയിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. അതുകൊണ്ട് സമാധാനം തേടിയുള്ള യാത്രയിലാണിപ്പോ. കുറച്ചുനാൾ ആനന്ദാശ്രമത്തിലുണ്ടാവും. ദയവ് ചെയ്ത് ആരും ഞങ്ങളെ വിളിച്ച് ശല്യപ്പെടുത്താതിരിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. എന്റെ ഭഗവാനെ,
ഇപ്പോഴാ എനിക്കൊരു സമാധാനായേ. രണ്ടുപേരും ജീവനോടെ ഉണ്ടല്ലോ. വന്ദനെ, എനിക്കെന്തോ പേടി തോന്നുന്നു. ആ ആശ്രമത്തിലേക്കൊന്ന് പോയി നോക്കിയാലോ? അച്ഛൻ അച്ഛമ്മയെ പിരിഞ്ഞ് ഇതുവരെ നിന്നിട്ടേ ഇല്ല. ആനന്ദാശ്രമത്തിലെ നമ്പർ എന്റെ കയ്യിലുണ്ട്. ഒന്ന് വിളിച്ചന്വേഷിക്കാം. ഒന്ന് വിളിക്കുമാനെ. അളിയ, സ്പീക്കറിലിത്. ആ, നമസ്കാരം. ആനന്ദാശ്രമം. സ്വാമിജി, ഞാൻ ജഗനാ, മുൻ MLA കരുണാകരക്കുറുപ്പിന്റെ മകൻ. ജഗൻ, പറഞ്ഞോളൂ. സ്വാമിജി, മാധവൻ നായർ എന്നും ചന്ദ്ര എന്നും പേരുള്ള രണ്ടുപേരെ ആശ്രമത്തിൽ വന്നിരുന്നോ? വൈകുന്നേരം മുതൽ അവരെ കാണാനില്ല. ജഗൻ, കഴിഞ്ഞ 10 ദിവസങ്ങൾക്കിടയിൽ പുതിയതായിട്ട് ഇവിടെ ആരും വന്നിട്ടില്ല. സ്വാമിജി, രജിസ്റ്റർ ഒന്നുകൂടി ഒന്ന്. ജഗ, ഞാനാണ് പുതിയ അതിഥികൾക്ക് പ്രവേശനം കൊടുക്കുന്നത്. എന്റെ അറിവിൽ ഈ നിമിഷം വരെ ആരും പുതിയതായിട്ട് വന്നിട്ടില്ല.